അവസാനത്തെ ഇരയാ ഞാൻ. എന്നെ പറ്റിച്ചതൊരു 50 ലക്ഷം. ഈ പണിയൊന്നും നമ്മളെ മാരാർ എടുക്കാത്തത് കൊണ്ടേ മാരാർക്ക് അതിന്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇട്ടിട്ടും കള്ളത്തരം പറഞ്ഞിട്ടും ആൾക്കാരെ പറ്റി. ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് മറ്റൊന്നുമല്ല, നമ്മുടെ ഷിയാസ് കരീമാണ്. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ബിഗ് ബോസ് സീസൺ 2 ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 മത്സരാർത്ഥിയായ ഷിയാസ് കരീം. ഈ ഷിയാസ് കരീമിനോട് ഒരു താത്തായിക്ക് അഗാധമായ പ്രേമം, ക്രഷ് തോന്നി ആദ്യം. ബിഗ് ബോസ് ഒക്കെ കണ്ടപ്പം ആ ക്രഷ് പിന്നെ ഇച്ചിരി കൂടെ വളർന്ന് വലിയ സ്നേഹമായി. താത്താക്ക് ഒരു കൊച്ചൊക്കെ ഉള്ളതാണ് കേട്ടോ. അങ്ങനെ അത് പിന്നെ അങ്ങ് വളർന്ന് അത് മാനസികവും ശാരീരികവുമായുള്ള ബന്ധത്തിലേക്ക് വരെ പോയി. കുറച്ച് നാൾ മുമ്പ് നടന്ന സംഭവം കേട്ടോ. അത് ഇപ്പം താത്ത രംഗത്ത് വന്നപ്പോൾ ഉണ്ട്. അതായത് ഈ ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി ഏകദേശം 50 ലക്ഷം രൂപയോളം പലപ്പോഴായി തങ്ങളുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. ഗൂഗിൾ പേയിൽ കൂടെ 50,000 രൂപ വെച്ച് അയച്ചത് തരുന്നുണ്ട്. പിന്നെ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഡേറ്റാസ് കാണിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 2026 അവിഹിത കഥകളുടെ കെട്ട് ഇപ്പോഴും നിൽക്കുന്നില്ല. അത് അനിശ്ചിതമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും ഇങ്ങനെയുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് 2026 കുലിസിത പ്രവൃത്തി ചെയ്യുന്നവർക്ക് അത്ര നല്ല വർഷമല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ താത്തായുടെ പരാതിയുടെ പൂർണ്ണ രൂപം ഒന്ന് കേൾക്കാം. എന്നിട്ട് താത്തായൊക്കെ കാണാം നമുക്ക്. അത് പക്ക മുസ്ലിം വിരോധിയാണ്. ശരി, സത്യത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം, എനിക്ക് പാർട്ടിയുടെ മതം, ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചു മാത്രമേ. സത്യമാണ്, മുസ്ലിമായി ജനിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കലാണ് ഹോബി തന്നെ. അവസാനത്തെ ഇരയാ ഞാൻ. എന്നെ പറ്റിച്ചതൊരു 50 ലക്ഷം. ഈ പണിയൊന്നും നമ്മളെ മാരാർ എടുക്കാത്തത് കൊണ്ടേ മാരാർക്ക് അതിന്റെ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇട്ടിട്ടും കള്ളത്തരം പറഞ്ഞിട്ടും ആൾക്കാരെ പറ്റിച്ചിട്ടും തന്നെയാണ് താങ്കളും ജീവിക്കുന്നത്. അത് മറന്നുപോയിട്ടാണ് നിങ്ങളിപ്പോ സംസാരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് നിന്റെ ഹാജർ മോളെന്ന് നിന്റെ ഉമ്മണ്ടല്ലോ, ആ സ്ത്രീ അനുഭവിച്ച വേദന മാത്രം മതിയിടൂ നിന്റെ ജീവിതം കുട്ടിച്ചോറാകെ. അവരിപ്പോ അങ്ങനെയൊക്കെ പറയും, അവരൊരു പാവ സ്ത്രീയാ. ആ സ്ത്രീനോളം പാവായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നീ രക്ഷപ്പെടുന്നത്. കാരണം അവരെന്നോട് പറഞ്ഞ വോയിസൊക്കെ ഞാൻ പുറത്തു വിടും. അപ്പൊ ഇത് കേട്ടല്ലോ നിങ്ങൾ. ഇതാണ് താത്ത പറയുന്ന കാര്യങ്ങൾ. അതായത് ഈ അഖിൽമാരാറും ഈ ഷിയാസും തമ്മിൽ നേരത്തെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ അഖിൽമാരാർ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു എന്താണ്, ഈ ഷിയാസിന്റെ ഉമ്മായ ഷിയാസ് വീട്ടിൽ നിന്ന് അടിച്ച് വെളിയിലാക്കി എന്നുള്ളത്. അപ്പൊ അതിന് ബദലായിട്ട് അവർ ഉമ്മായുമായിട്ട് തന്നെ വന്നിരുന്നുകൊണ്ടുള്ള ഷിയാസിന്റെ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്, പുറത്താക്കിയിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വന്നിട്ടുള്ള. അപ്പൊ അതങ്ങനെ തേഞ്ഞു വാഞ്ഞൊക്കെ അങ്ങ് പോയി. അപ്പൊ ഇതിനകത്ത് ഈ താത്ത പറയുന്നത് യാഥാർത്ഥ്യത്തിൽ അങ്ങനെ സംഭവിച്ചു. അവർ ഉമ്മായ പിന്നീട് അത് പറയാതിരുന്നതാണ് മോനോടുള്ള സ്നേഹം കൊണ്ട് എന്നൊക്കെയാണ്. അവർക്ക് ഇവരുടെ കയ്യിൽ അവരുമ്മ പറഞ്ഞ വോയിസ് ക്ലിപ്പും കരച്ചിലും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം വിശദമായ തെളിവുകളും ഉണ്ട് എന്നാണ് പറയുന്നത്. കൂടുതൽ വേണ്ടി വന്നാൽ പുറത്ത് വിടും എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ താത്ത ആരാണ് എന്ന് കാണണ്ടായോ? നമുക്ക് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പൊ കണ്ടല്ലോ, താത്തയെ പല കോലത്തിൽ, പല രൂപത്തിൽ, പല രീതിയിൽ ഒരു കുട്ടിയുടെ തള്ള കൂടിയാണ് ഈ താത്ത. ഈ താത്ത ആണ് ക്രഷ് തോന്നി, പിന്നെ സ്നേഹമായി, പിന്നെ അത് മാനസികവും ശാരീരികമായ ബന്ധത്തിലേക്ക് പോയി. പിന്നീട് അത് എന്തിനാണ് ഈ കാശ് കൊടുത്തത് എന്നുള്ളത് അറിഞ്ഞുകൂടാ. പല പ്രാവശ്യമായിട്ട് 50,000 രൂപ വെച്ച് മേടിച്ച്, 50ഉം 1 ലക്ഷം ഒക്കെ വെച്ച് മേടിച്ച് 50 ലക്ഷം രൂപ, 1-2 അല്ല, 1 കോടി രൂപ ഷിയാസ് കരീം എന്ന് പറയുന്ന വ്യക്തി ഇവരിൽ നിന്നും സ്വന്തമാക്കി എന്നുള്ളതാണ്. ഇവർ ഇത്രയും റിച്ച് ആണോ? ഷിയാസിന് എന്തിനാണ് ഓരോ പ്രാവശ്യം 50,000 രൂപ വെച്ച് കൊടുത്തത്? അത് പല രീതിയിലുള്ള ഓമറുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ അത് പറയുന്നില്ല ഇതിനകത്ത്, നിങ്ങൾ ഊഹിച്ചാൽ മതി. ഒരു തവണത്തേക്ക് 50,000 രൂപ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് പല വീഡിയോസിനകത്തും. അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ പറയുന്നില്ല. എന്തോ ആയിക്കൊള്ളട്ടെ. എന്തായാലും താത്തയുടെ ക്രഷ് ഇപ്പോൾ 50 ലക്ഷം പോയി. അവസാനം ഇനിയിപ്പോൾ താത്ത പറഞ്ഞേക്കുന്നത് ഷിയാസിൻ്റെ കുടുംബം കലക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഈ ലിവിൻ ടുഗെദറായിട്ടൊക്കെ ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ഒളിസേവ നടത്താനൊക്കെ പോകുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്തോലൊക്കെ സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പേ പറഞ്ഞങ്ങ് തീർത്തേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, ഈ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വന്നു കിടന്ന് പിന്നെ ഇവർ വന്നു കിടന്ന് ചൊറിയും മാന്തും. ഒന്നും അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിൻ്റെ അടിക്കലെങ്കിലും പറഞ്ഞേക്കണം, എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആരെങ്കിലും വന്നാൽ എന്നെ ഇട്ടിട്ട് പോകല്ലേ എന്നുള്ളത്. പിന്നെ അതൊരു പ്രശ്നമായി മാറണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടോപ്പിക്ക് എന്ന ഷിയാസ് കരീമിനും താത്താക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം പഴയ വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട്, അതോടെ കയറി കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വേറൊരു വീഡിയോ ടോപ്പിക്കായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.